അന്തരിച്ച CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മൃതദേഹം ഇന്ന് പറവൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാകും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. പാർട്ടി ഓഫീസിലെ പൊതുദർശനം കുടുംബത്തിന് എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കിയിരുന്നു. പാർട്ടി വേണ്ട സമയത്ത് അദ്ദേഹത്തെ അർഹമായ പരിഗണന നൽകിയില്ല, പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സഹായം ലഭിച്ചില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, പാർട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് CPI പാർട്ടി ഓഫീസിൽ ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും ഇത് നടക്കുക? മറ്റു വിവരങ്ങൾ. പ്രവിത, ഇന്ന് രാവിലെ 8 മണിയോടുകൂടി റിനെ മെഡിസിറ്റിയിലുള്ള മൃതദേഹം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് എത്തിക്കും. 9 മുതൽ 11 മണി വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുക. ഒരുപക്ഷെ ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതാക്കൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കാനാണ് സാധ്യതയുള്ളത്. അതിനുശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെയാണ് കുടുംബം ഒരു കടുത്ത വിമർശനം CPI ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനെതിരേക്ക് ഉന്നയിച്ചത്. ഈ പാർട്ടിയിലെ ചില ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പി രാജുവിനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. പക്ഷെ പിന്നീട് കൺട്രോൾ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഈ നടപടി ലഘൂകരിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് അർഹമായ ഒരു പരിഗണന ആ ഘട്ടത്തിൽ നൽകിയില്ല. സ്ഥിരം വേട്ടയാടി തുടങ്ങിയ ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പാർട്ടി ഓഫീസിൽ വെക്കേണ്ടതില്ല എന്നൊരു നിലപാട് കുടുംബം എടുക്കുകയായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം വിവാദങ്ങൾ പറയാനുള്ള ഒരു സമയമല്ല, അതിനെല്ലാം മറുപടി പിന്നീടാണ് നൽകുക. കുടുംബം ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ തങ്ങൾ പാർട്ടി ഓഫീസിൽ മൃതദേഹം വെക്കുന്നില്ല എന്നൊരു നിലപാടാണ് CPI സ്വീകരിച്ചത്. സാധാരണഗതിയിൽ ഇടത് നേതാക്കളൊക്കെ മരിച്ചാൽ പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെക്കുക അത് പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്നാൽ ഇത്തവണ ഈ കുടുംബത്തിന്റെ എതിർപ്പ്, പാർട്ടിയോടുള്ള കുടുംബത്തിന്റെ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ആ പൊതുദർശനം ഒഴിവാക്കി എന്നുള്ളതാണ് നിർണായകമായ കാര്യം. സംസ്ഥാന നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രവിത. ശരി, വിഷ്ണു സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.